മരിയ എന്ന ഞങ്ങളുടെ നെയ്ബർ. അവൾ റോസിനോട് കാണിക്കുന്ന അടുപ്പം അത് എന്നിൽ എപ്പോഴും സംശയമുളവാക്കിയിരുന്ന ഒരു കാര്യമാണ്. യു ക്യാൻ കോൾ ഇറ്റ് ദ ഇൻറ്റ്യൂഷൻ ഓഫ് എ പോലീസ് ഓഫീസർ. റോസ്, ഈ മരിയ എന്തിനാ എപ്പോഴും ഇവിടെ വരുന്നത്? സത്യം പറഞ്ഞാൽ നീ അവളുമായിട്ടുള്ള എല്ലാ കമ്പനിയും ഉപേക്ഷിക്കണം. പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യാനാ? ഞാനിവിടെ ചുമ്മാ ഇരിക്കണോ? നീ എന്നോട് സംസാരിക്കാറില്ല, എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാറില്ല. റോസ്, നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എനിക്ക് കാണാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാ ഞാനൊന്നും പറയാത്തത്. നിനക്കറിയാലോ, ഇവിടെ എനിക്ക് ഫാമിലി ഇല്ല, എൻ്റെ റിലേറ്റീവ്സ് ഇല്ല, ഈവൻ നോ ഫ്രണ്ട്സ്. എൻ്റെ ലൈഫിലുള്ള only person in my life is you. നീ എന്നെ ഇതുപോലെ അവോയ്ഡ് ചെയ്യുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ടോണി. Can you please stop complaining like this? ഞാനൊന്ന് റിലാക്സ് ചെയ്തോട്ടെ എൻ്റെ സ്വന്തം വീട്ടിലെങ്കിലും. ഓ ഓക്കെ, ജസ്റ്റ് എൻജോയ്, റിലാക്സ്. എൻ്റെ സില്ലി കംപ്ലൈൻസുമായിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല. ഹലോ പീറ്റർ, എന്തുണ്ട് സാർ? എന്തൊക്കെയാണോ വിശേഷം? ഇനിയിപ്പോൾ ഞാൻ സാറിനെ സഹായിച്ചെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവരെന്നെ ചുമ്മാ ഇരിക്കില്ല. അവന്മാരെന്നെ വെറുതെ വിടില്ല, അവരെന്നെ തീർക്കും സാറ്. സാറിനറിയോ, എത്ര നാളെ ഞാൻ കിടന്നുറങ്ങിയിട്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനമില്ല. പീറ്റർ, ഡോൺ വറി മാൻ, പേടിക്കണോ. അവനെയൊക്കെ ഞാൻ ഉടനെ പൊക്കിയിരിക്കും പീറ്ററെ. കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്കവനെ പൊക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ക്ലൂ അതെനിക്കിതാ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതുങ്ങളുടെ കാര്യം സാറൊന്നും ഓർക്കണം. അതാ ഞാനിപ്പോൾ സാറിനെ കാണാൻ ഇങ്ങോട്ട് വന്നത് സാർ. പക്ഷേ ഇന്നും അയാളെക്കുറിച്ച് ഞാൻ ഒരു കാര്യം ഓർക്കുന്നു. അയാൾ ആദ്യമായി എന്നെ കാണാൻ വന്ന ദിവസം എൻ്റെ ഒരു കൊറിയർ ജോലിക്കാരൻ അയാളുടെ കൂടെ റിയ എന്നൊരു പെൺകുട്ടിയെ കണ്ടു. ഈ റിയ അയാളുടെ കൂടെ കാറിലുണ്ടായിരുന്നു. ഓക്കെ, റിയ അതാരാണ്? റിയ ഇവിടുത്തെ ഒരു ഹൈ ക്ലാസ് പാർട്ടികളാണ് സാർ. ഓ ഓക്കെ. എൻ്റെ കൊറിയർ പയ്യന് നല്ല ഉറപ്പായിരുന്നു അത് റിയ തന്നെയാണെന്ന്. അതെ സാർ. ഇതാണ് എനിക്കിപ്പോൾ സാറിന് തരാനുള്ളൊരു വിവരം. സോ ദാറ്റ്സ് ഗ്രേറ്റ് മാൻ. പിര, ഞാൻ പറഞ്ഞതെല്ലാം തന്നെ 100% ശരിയാണോ എന്നോ ഇത് ഇൻവെസ്റ്റിഗേഷന് സഹായിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ചെറിയ ഇൻഫർമേഷൻ പോലും ഈ ഇൻവെസ്റ്റിഗേഷനെ ഹെൽപ്പ് ചെയ്യും പീറ്റർ. ഓക്കെ, ഡോണ്ട് വറി, യു ജസ്റ്റ് ടേക്ക് കെയർ. ഐ വിൽ ഡീൽ വിത്ത് ദം. ഓക്കെ. നിഷ, യു ജസ്റ്റ് ഇൻഫോം ദ ഹോൾ ടീം. നാളെ നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യാ, ഡൺ. ഏയ് നിഷ, എന്തായി കല്യാണക്കാരിയൊക്കെ? പയ്യനെ വീട്ടുകാരെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? യെസ് സർ, ഇറ്റ് വാസ് ഗ്രേറ്റ്. ഓക്കെ, ആളെ ഇഷ്ടപ്പെട്ടോ? യെസ്, എനിക്കിഷ്ടമായി. ആള് സ്മാർട്ടാണ്, ഗുഡ് ലുക്കിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. വീട്ടുകാർക്കെല്ലാം ഇഷ്ടമായി. അപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റായി. എല്ലാം സെറ്റായി സാറേ, എല്ലാം സെറ്റായി. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. പയ്യൻ്റെ വീട്ടുകാർ സ്ത്രീധനത്തെക്കുറിച്ച് ചോദിച്ചപ്പം നമ്മുടെ നിഷ, അവൾ ഷാർപ്പ് ഷൂട്ടറല്ലേ, അവൾ തോക്കെടുത്തങ്ങ് മേശപ്പുറത്തേക്ക് അങ്ങ് വെച്ചു. പയ്യൻ പോയ വഴി കണ്ടില്ല. ഷട്ട് അപ്പ് മാൻ. സർ, ഇവിടെയാണ് നമുക്ക് തിരിയേണ്ടത്. ഓക്കെ. ഓക്കെ, പിന്നെ വന്നേക്കോ.
ഹലോ ടോണി ഫ്രീ ആണോ? നോട്ട് റിയലി റോസ്, ഞാൻ ബിസിയാണ്. ഇന്ന് മഴ പെയ്യുന്നു തോന്നുന്നു. സോ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ടോണി. ഇന്ന് വീട്ടിലേക്ക് നേരത്തെ വരാൻ പറ്റുമോ? മിസ് യു ടു റോസ്, പക്ഷേ ബിസിയാണ് ഇവിടെ. ഓക്കെ. റിയ അല്ലേ? യെസ്, ആരാണ്? ഐ എം ടോണി വാസ്കോ ഫ്രം ദ നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ക്യാൻ ഐ ഹെൽപ്പ് യു? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമല്ലോ. യാ, ഷുവർ, വരൂ. താങ്ക് യു. Riya, you know Diamond Couriers near Cochin Shipyard, and you guys were in a black Mercedes Benz. ഓ ഓക്കെ, ഐ റിമെമ്പർ. അത് ഫിറോസ് ആയിരുന്നു സർ. ഫിറോസ്, അതാണ് അവൻ്റെ പേര്. യെസ്, അങ്ങനെയാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ റിയയ്ക്ക് അവനെ ശരിക്കും അറിയില്ല. ഹൗ കം ആൻഡ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്? അതൊരു ബിസിനസ് മീറ്റിൽ വെച്ച്. എവിടെ? ക്രൗൺ പ്ലാസ, കൊച്ചി. ഓക്കെ, സോ ആളെങ്ങനെ ഉണ്ടായിരുന്നു ആസ് എ പേഴ്സൺ? ഹി വാസ് ചാമിങ് ആൻഡ് പിന്നെ ഞങ്ങൾ കൂട്ടുകാരായി. സോ അയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പുള്ളിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആൻറ്റിക്സിൻ്റെ ഇടപാടുകളായിരുന്നു. ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ടിങ്. ഓക്കെ, സോ യു തിങ്ക് ഹി വാസ് ടെല്ലിങ് യു ദ ട്രൂത്ത്? അതെനിക്ക് മനസ്സിലായി. ആൻറ്റിക്സിൻ്റെ പരിപാടിയൊന്നും അല്ല. അതുമാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു നിഗൂഢത ഉണ്ടായിരുന്നു. ഓക്കെ, സോ you had no idea that he was dealing with drugs? നോ സർ, എനിക്കറിയില്ലായിരുന്നു. പുറമെ നോക്കുമ്പോൾ സംശയിക്കാനൊന്നുമില്ല, പക്ഷെ എപ്പോഴും ഒരു നിഗൂഢത ഉണ്ടായിരുന്നു ആൾക്ക്. സോറിയ, അയാളെങ്ങനെ കാണാൻ പറ്റും? സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു കോണ്ടാക്ട് നമ്പർ പോലും ഇല്ല അയാളുടെ. So you never asked him for his contact number? യെസ്, ബട്ട് അയാൾ പറഞ്ഞു അയാളെപ്പോഴും റോമിങ്ങിലായിരിക്കും. ആൻഡ് അയാൾക്ക് വിളിക്കണം തോന്നിയാൽ കോണ്ടാക്ട് ചെയ്യാൻ ഹി വിൽ കോൾ ഫ്രം എ പ്രൈവറ്റ് നമ്പർ. സോ എന്നാണ് അവസാനമായിട്ട് അയാളെ കണ്ടത്? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മേ ബി ഒരു 2 മാസമായി കാണും. ഓക്കെ, സോ I'll make a move. ഷുവർ. So this is my card. Just in case അയാൾ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ just call me, okay? ഓക്കെ സർ.